ഏവർക്കും സ്നേഹവന്ദനം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് സെപ്റ്റംബർ 27 ശനിയാഴ്ച നമ്മുടെ 223 സ്നേഹസംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മെ ശക്തനാക്കുന്ന ആ ദൈവിക ശക്തിക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാഗാനത്തിനായി കുമാരി റീന വടകരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റീന. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്നു രക്ഷകാ നിന്റെ നാമം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൾത്താരയിൽ വന്നെന്നഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾത്താരയിൽ വന്നെന്നഴലിൻ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. പനിനീര് വിരിയുന്ന പരദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. പനിനീര് വിരിയുന്ന പരദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ. അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരി പൂക്കൾ. ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരി പൂക്കൾ. എന്നും ചൊരിയണമീ ഭവനത്തിൽ കണ്ണീരിനോർത്താൻ കരയിൽ. എന്നും ചൊരിയണമീ ഭവനത്തിലെ കണ്ണീരിനോർത്താൻ കൈകയിൽ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൾത്താരയിൽ വന്നെന്നഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾത്താരയിൽ വന്നെന്നഴലിൻ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. അനുഗ്രഹകരമായി പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ 223 സ്നേഹസംഗമത്തിന് ദൈവികമായ ഒരു തുടക്കം നൽകിയ റീനയ്ക്ക് വളരെയധികം നന്ദി. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം അറിയിക്കുന്നതിനായി കുമാരി സിമിൽ സെബാസ്റ്റ്യനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സിമിൽ. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാവോ സിബി? കേൾക്കാം സിമിലെ, പറഞ്ഞു. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിന്റെ 223 സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ അഭാവം മൂലം ഇന്ന് ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ ആണ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. ശ്രീ സാജു ജോൺ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് സീനിയർ വൈദികൻ മലങ്കര മാർത്തോമ സുറിയാനി സഭ റിട്ടയർഡ് അധ്യാപകൻ, മാർത്തോമ കോളേജ് ചുങ്കത്തറ, എഴുത്തുകാരനും ബൈബിൾ ധ്യാനങ്ങൾ പ്രാസംഗികനുമായ റെവറൻ ഫാദർ AT സഖറിയ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു.
മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ്, പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പറായ ശ്രീ കുമാരി മിനി രാജീവൻ ആണ്. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന ഗ്ലോറിയ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിലെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അവതരണം ചെയ്യുന്ന കുമാരി സിബി വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥന ഗാനം ആലപിച്ച കുമാരി റീന MM വടകരയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രീ ജോസ് കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയാനായി എത്തിയിരിക്കുന്ന ശ്രീ റഷീദ് കുഞ്ഞൂട്ടി വയനാടിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി പറയുന്ന കുമാരി ആനി വർക്കി തെക്കൻതാനശ്ശേരി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ദർശന ക്ലബ് സെക്രട്ടറി ശ്രീമതി പ്രിൻസി പുളിക്കലിനും ദർശന PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സിമിൽ. ഏറ്റവും സ്നേഹത്തോടെ എവരെയും സ്വാഗതം ചെയ്തതിന് വളരെയധികം നന്ദി. അടുത്തായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ, ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ജോസേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേൾക്കാലോ? കേൾക്കാം ജോസേട്ടാ. കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നടത്തുന്ന സ്നേഹസംഗമം ഗ്ലോറിയ ഗ്രൂപ്പാണ്. സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ആഴ്ച മാർഗദർശികൾ ഗ്രൂപ്പാണ്. ഇന്ന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ, മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടി മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ചപരിമിതർക്ക് വേണ്ടിയിട്ടുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലനപരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക ക്ഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം
തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വടംവലി മത്സരവും പച്ചകുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കളുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട്. പ്രിയരെ, 20/9/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 222ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് അവർ ലേഡി ഓഫ് സൊറോസ് സെക്കൻഡ് ഗ്രൂപ്പാണ്. അവതരണം കുമാരി സീമ എടക്കളത്തൂർ. പ്രാർത്ഥന ശ്രീമതി സിന്ധു ജോയ്. സ്വാഗതം PRO പിയൂസ് കോട്ടപ്പുറം. റിപ്പോർട്ട് അവതരണവും ഗ്രൂപ്പ് പരിചയപ്പെടുത്തും ശ്രീ KJ ജോസ് കൊരട്ടി. യോഗത്തിൽ റിപ്പോർട്ട് പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. നമസ്കാരം. ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദി. കഴിഞ്ഞ ശനിയാഴ്ച നീന്തൽ മത്സരത്തിൽ ദർശനയുടെ മക്കൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. പങ്കെടുത്തവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒക്ടോബർ 15 തൃശൂർ റൗണ്ടിൽ വൈറ്റ് ക്യാൻ ഡേ സംഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും വരിക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് വരയിടം ജീവാലയ സോഷ്യൽ സർവീസ് സെന്ററിലെ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ബിനേഷ് മാങ്കൂട്ടത്തിലച്ഛനായിരുന്നു. ആദ്യമായി ഒത്തിരി സന്തോഷം. ഇന്ന് വരാൻ സാധിച്ചതിൽ നന്ദി. സോളമൻ മറ്റു വിശിഷ്ടാതിഥികളെ ഇതിലെ കാര്യങ്ങൾ അത്ഭുതമായി തോന്നുന്നു. ജോസേറ്റിന്റെ സമയം പറഞ്ഞ് കൃത്യസമയത്ത് തുടങ്ങിയത് വളരെ സന്തോഷം. പരിമിതികൾ തന്നത് ദൈവത്തിന് അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിക്കാനാണ്. നിങ്ങൾ ഈശ്വര സൃഷ്ടിയുടെ അത്ഭുതമാണ്. നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. സീമയാണ് എന്നെ വിളിച്ചത്. നിങ്ങൾക്ക് സന്തോഷം ആശംസിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് തലൂർ ദീപ്തി HS റിട്ടയർഡ് അധ്യാപകൻ ശ്രീ ബാബു ജോൺ സാറായിരുന്നു. എന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചതിന് നന്ദി. സോളമൻ നടത്തുന്ന ക്ലബ്ബ് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. സീമയാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ പരിശ്രമങ്ങൾ നിർത്തരുത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്. കവിത രചയിതാവ്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം. ദർശനയിലെ കുടുംബാംഗങ്ങൾക്ക് നമസ്കാരം. ആദ്യമായാണ് ദർശനയുടെ കൂട്ടായ്മയിൽ പങ്കാളിയാകുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു. സീമയാണ് എന്നെ വിളിച്ചത്. സീമയ്ക്ക് നന്ദി. ഇന്നു മുതൽ ഞാൻ ദർശന കുടുംബാംഗമായിരിക്കുന്നു. പരിമിതികൾ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നമുക്ക് തന്നതിൽ സംതൃപ്തരാകുക. എല്ലാവർക്കും നന്മകളും നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പ്രയാണെത്തിയത് അവർ ലേഡി ഓഫ് സോറോസ് ഫസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പർ ശ്രീമതി ഓമന റാഫേൽ അവർകളായിരുന്നു. ദൈവത്തിന് സ്തുതി. ആശംസ പറയാൻ വിളിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞാൻ 10ാം ക്ലാസ്സിൽ 410 മാർക്കോടെ ജയിച്ചു. 42ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു. 43ാമത്തെ വയസ്സിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 2008 ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. കൊറോണ പിടിപെട്ടു. മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. 2018 വെള്ളപ്പൊക്കത്തിൽ എന്റെ വീട് നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ സഹനമാകുന്ന ഇന്ധനം ആവശ്യമാണ്. സഹനം വരുമ്പോൾ മറ്റുള്ളവരുടെ സഹനത്തോട് ചേർത്ത് ദൈവത്തിൽ സമർപ്പിക്കുക. അപ്പോൾ ആനന്ദമുണ്ടാകും. ദർശനയിലൂടെയാണ് എനിക്ക് ഉദ്ദേശം നൽകുന്നത്. സോളമച്ചനും വിശിഷ്ടാതിഥികൾക്കും മറ്റുള്ളവർക്കും ആശംസകൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ആഴ്ച ലിസി ആന്റണിയുടെ ജന്മദിനം. ലിസി എല്ലാവർക്കും വിളിച്ച് നന്ദി പറഞ്ഞു. എല്ലാവരും ആശംസകൾ അർപ്പിച്ചു. യോഗ അവസരം നന്ദി പറഞ്ഞത് കുമാരി സിമിൻ സെബാസ്റ്റ്യൻ കോട്ടയം. അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? അധ്യക്ഷന്റെ ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ അധ്യക്ഷ പ്രസംഗമാണ്. ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIHന്റെ അഭാവത്തിൽ ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് ദർശന ക്ലബ് പ്രസിഡന്റായ ശ്രീ സാജു ജോൺ ആണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ഒരു യാത്രയിലാണ്. അച്ഛന്റെ അഭാവത്തിലാണ് ഞാനിപ്പോ കയറിയിരിക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക്. അപ്പോ മീറ്റിങ്ങില്
വന്ന സ്വാഗതം ഉദ്ഘാടനം ചെയ്യാൻ വന്ന റെവറൻ ഫാദർ AT സക്രിയ അച്ഛനും, പിന്നെ മുഖ്യാതിഥിയായി മീറ്റിംഗിൽ വന്ന മിനി രാജീവ് മാഡത്തിനും, പിന്നെ ആശംസ അറിയിക്കാൻ വന്ന റഷീദ് കുഞ്ഞോട്ടി സാറിനും ആദ്യമേ തന്നെ സ്വാഗതവും അതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുന്നു. ഞാനിവിടെ ആശംസ പറയാനല്ല, ഒരു പ്രസംഗം പറയാനല്ല, ഒരു ചെറിയൊരു കഥ പറയാം. മോട്ടിവേഷൻ ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സന്യാസി, ഒരു മനുഷ്യൻ ഒരു സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ പുള്ളി സന്യാസിയോട് ചോദിച്ചു, വിജയിക്കാനുള്ള രഹസ്യം എനിക്ക് പറഞ്ഞു തരുമോ ഗുരു എന്ന് ചോദിച്ചു. അപ്പോ ആ സന്യാസി കുറെ നേരം ആലോചിച്ചതിന് ശേഷം ആ പുള്ളിനെയും കൊണ്ട് സന്യാസി ഒരു പുഴയുടെ കരയിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഈ നമ്മുടെ വിജയിക്കാനുള്ള രഹസ്യം ഈ പുഴയുടെ താഴെയുണ്ട്, നീ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോ ഈ പുള്ളി അത് കേട്ട ഉടനെ തന്നെ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ സമയം തന്നെ സന്യാസി ആ മനുഷ്യനെ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തി. അത് കഴിഞ്ഞ് അപ്പോ ആ പുള്ളി ഒന്ന് എഴുന്നേൽക്കാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു. അത് കഴിഞ്ഞ് മൊത്തമായിട്ട് ഈ സന്യാസി ആ പുള്ളിയെ വെള്ളത്തിലേക്ക് മൊത്തമായിട്ടൊന്ന് നന്നായിട്ട് താഴ്ത്തിയപ്പോ നല്ല രീതിയിൽ പൊങ്ങി വരാൻ, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ ആ മനുഷ്യൻ ശ്രമിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നതിന് ശേഷം എന്താണ് നിങ്ങൾ, സന്യാസിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തതിനുള്ള അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ സന്യാസി പറഞ്ഞു, ആദ്യം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തിയപ്പോ ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചത്, രണ്ടാമത് നന്നായിട്ട് വെള്ളത്തിലേക്ക് താഴ്ത്തിയപ്പോ നീ നന്നായിട്ട് പരിശ്രമിച്ചു. ഇത് തന്നെയാണ് വിജയത്തിലേക്കുള്ള രഹസ്യവും. നമ്മൾ വിജയിക്കണമെങ്കിൽ നന്നായിട്ട് പരിശ്രമിക്കണം. എന്ത് കാര്യവും നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. നേടേണ്ട ആവശ്യം നമ്മുടേതാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരാൻ ആൾക്കാരുണ്ടെങ്കിലും പരിശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ പരിശ്രമം ഉണ്ടെങ്കിലേ നമുക്ക് 100% വിജയം ഉണ്ടാവത്തുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു. താങ്ക് യു ശ്രീ സാജു ജോൺ. ഇത്രയും വാക്കുകൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അടുത്തതായിട്ട് ഇനി നമ്മുടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ സീനിയർ വൈദികനായ റവറൻഡ് AT സക്രിയാണ്. അദ്ദേഹം ചുങ്കത്തറ മാർത്തോമ കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ, വെളിപ്പാട് പുസ്തകം, ഇടയലേഖനങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള ധ്യാനങ്ങൾ, നോമ്പുകാല ചിന്തകൾ എന്നിങ്ങനെ നമ്മുടെ ആത്മീയ സാഹിത്യ ശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള AT സക്രിയ അച്ഛന്റെ എഴുത്തും പ്രാർത്ഥനയും പ്രസംഗങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അല്ലാതെയുമുള്ള കൂട്ടായ്മകളും അനേകർക്ക് ആശ്വാസവും ബലവും നൽകി വരുന്നു. ലോകപ്രശസ്തമായ മാരാവൺ കൺവെൻഷനിൽ പരിഭാഷകനായി അച്ഛൻ അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 223-ാം സ്നേഹസംഗമത്തിലേക്ക് ഏറ്റവും ആദരപൂർവ്വം അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛാ. ഇന്നത്തെ ദർശന ക്ലബിന്റെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട സാജു ബ്രദർ, ഈ ദർശന ക്ലബിന്റെ ചുമതലക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഈ ക്ലബിൽ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, സ്നേഹസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. സിബിമോൾ ആണ് എന്നെ ഈ മീറ്റിങ്ങിൽ വിളിച്ചത്. ഞാൻ അവളുടെ പിതാവിൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത സമയത്താണ് സിബിമോൾക്ക് ഒരു വീൽ ചെയറൊക്കെ കിട്ടിയത്. ആ വീൽ ചെയറിൽ അവൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി. അതോടുകൂടി അവൾ ചിറക് വെച്ച് പറക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്.
പലപ്പോഴും അവരുടെ സഞ്ചാരത്തിൻ്റെ കൊച്ചു കൊച്ചു കഥകൾ, ചെറിയ ചെറിയ കഥകളൊക്കെ പറയുന്നതൊക്കെ വളരെ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കാറുണ്ട്. ഈ ദർശന ക്ലബ്ബ് ഞങ്ങളുടെ ഈ മകൾക്ക് നൽകിയ പ്രചോദനം, കിട്ടുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ദർശന ക്ലബിൻ്റെ ഈ സ്നേഹ സംഗമത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹകരമായിട്ടുള്ള പ്രചോദനമാണ് ഈ ക്ലബ്ബ് നൽകുന്നത്, ഈ കൂട്ടായ്മ നൽകുന്നത്. റിപ്പോർട്ടൊക്കെ വായിച്ചു കേട്ടപ്പോൾ വളരെ അനുഗ്രഹീതമായ ഒരുപാട് ശുശ്രൂഷകൾ ഈ ദർശന ക്ലബിലൂടെ നടക്കുന്നു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട CBHന്റെ നേതൃത്വം വളരെ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഈ സ്നേഹ സംഗമത്തിൽ എൻ്റെ സാന്നിധ്യവും ഒരു സ്നേഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത്. പരിമിതപ്പെട്ടവരുടെ ഒരു സംഘം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ മുതൽ അങ്ങനെ പരിമിതപ്പെട്ടവരുടെ ഒരു കൂട്ടം സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു സഹോദരി ഒട്ടും ചലിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ തന്നെ ഇരിപ്പാണ്. അങ്ങനെ ഒരു അമ്മമ്മ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ സിബി മോൾക്കൊക്കെ കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ പ്രചാരത്തിലായപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം വളരെ വലുതാണ്. ഞാനിപ്പോൾ 70 വയസ്സുള്ള ഒരാളാണ്. ഈ 70 വയസ്സിനുള്ളിൽ ഈ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഒന്ന് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് എവിടെയെങ്കിലും മണിക്കൂറുകൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ അടുത്തുള്ള ഒരു പട്ടണത്തിലേക്കെങ്കിലും വിളിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അന്നൊക്കെ ഓർത്തിട്ടുണ്ട് ഈ ഫോണിൽ നമുക്ക് കണ്ടുവിളിക്കാനൊക്കെ പറ്റുന്ന ഒരു കാലം ഉണ്ടാകുമോ. ഇപ്പോൾ എല്ലാം വിരൽത്തുമ്പിലാണ്. എന്നെ നിങ്ങൾക്ക് കാണത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ അമർത്തിയപ്പോൾ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബട്ടൺ തൊട്ടപ്പോൾ എന്നെ കാണാനുള്ള ഭാഗ്യം. ഇത്രയൊക്കെ വലിയൊരു ഭാഗ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ഫ്രെയിംവർക്ക് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഒരു രചനാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ആവശ്യമായിട്ടുള്ളത് എന്നാണ് എൻ്റെ വിചാരം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുതൽ ഞാൻ കേൾക്കുന്ന മനോഹരമായൊരു നാടക ഗാനമുണ്ട്. KS ജോർജ് അശ്വമേധം എന്ന നാടകത്തിൽ പാടിയിട്ടുള്ളതാണ് ആ നാടക ഗാനം. അതിനകത്തൊരു വരിയുണ്ട്. അദ്ദേഹം പാടുന്നുണ്ട്: മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സ് മാത്രം മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടാണ്. എത്രയോ കാലങ്ങളായി ആ പാട്ട് പുതിയതായി കേൾക്കുന്നത് പോലെ മധുരതരമായി ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മോഹങ്ങളും മോതിരക്കൈയും ഒക്കെ മുരടിച്ചു പോയെങ്കിലും മനസ്സ് മുരടിച്ചില്ല. അപ്പൊ മനസ്സ് മുരടിക്കാതിരിക്കുന്ന, മനസ്സിനെ ദീപ്തമാക്കി സൂക്ഷിക്കുന്ന ഒരനുഭവമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് എൻ്റെ വിചാരം. ഈ ദർശന ക്ലബ്ബ് അപ്രകാരം മനസ്സ് മുരടിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഒരുപാട് പേരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അംഗപരിമിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഇത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ആരാണ് വാസ്തവത്തിൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ? മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ്. മനസ്സുള്ളവനാണ്. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. എങ്കിൽ മനസ്സ് വരണ്ടു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എൻ്റെ വിചാരം. അപ്പൊ കാലും കൈയും കണ്ണും കാതും ഒക്കെയുള്ള ആളുകൾ മനസ്സ് മുരടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് പ്രയോജനം? ഒരുപാട് പേരുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞ അനുഗ്രഹങ്ങളുടെ കാലമാണ് എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് ചിന്തയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഗ്രാമപ്രദേശം നന്മകളാൽ സമൃദ്ധമായിരുന്നു.
വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന അനുഗ്രഹീതമായ കൃഷി സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു ഗ്രാമപ്രദേശം. ഒരുമിച്ച് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു സമൂഹം, നടന്ന് സ്കൂളിൽ പോകുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളൊക്കെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനായി എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു സ്കൂളായിരുന്നു. അവിടെ ലഭിച്ച പരിചയങ്ങളൊക്കെ വളരെ വലുതാണ്. പക്ഷെ ഇപ്പോൾ ആ സ്കൂളൊക്കെ വളരെ ശോഷിച്ചു പോയി. അവിടെ ഞങ്ങൾക്ക് പഠിച്ച കാലഘട്ടത്തിലെ സ്കൂളിന്റെ സജീവതയില്ല. ഇപ്പോൾ സ്കൂളുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ പണം മുടക്കി പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളുകളാണ്. അങ്ങനത്തെ സ്കൂളുകൾ, ആ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാനവികതയുടെ അനുഭവങ്ങളുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുകയാണ്. ഒരു വശത്ത് ഞാൻ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. മറുവശത്ത് നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിലെ ഒരു ഭയവും ഒരു ആശങ്കയും ഒക്കെ ഉളവാക്കുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, മനസ്സ് മുരടിച്ചു പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ മരുഭൂമികൾ ഉണ്ടാവുകയാണ്. നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ ആനന്ദിന്റെ ഒരു നല്ല നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന്. കുറെ കാലം മുമ്പ് ഒരു ഡ്രൈവർ, കന്ദൻ എന്ന് പറഞ്ഞ ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നനവുള്ള കുറെ സ്ഥലങ്ങൾ കണ്ടിരുന്നു. പക്ഷെ പിന്നെ കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം അതിലൂടെ പോകുമ്പോൾ ആ മരുഭൂമി, ആ നനവുള്ള സ്ഥലം ഇല്ലാതായി. മരുഭൂമി പടരുകയാണ്, മരുഭൂമി വളരുകയാണ്. എവിടെയാണോ ഈ നനവ് നഷ്ടപ്പെടുന്നത്, എവിടെയാണോ ഹൃദയാലിത്വം നഷ്ടപ്പെടുന്നത്, അവിടെ മരുഭൂമികൾ പടരുകയാണ്. ആ മരുഭൂമികൾ പടരാതിരിക്കുന്നതിന് മനസ്സ് ഏറ്റവും സജീവമായി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ മനസ്സ് സജീവമായി സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന വലിയ ഒരു അനുഭവമാണ് ഈ ക്ലബ്ബ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹ സംഗമം ഒക്കെ എന്നാണ് എൻ്റെ വിചാരം. CV ബാലകൃഷ്ണൻ എന്ന പേരുള്ള ഒരു എഴുത്തുകാരൻ്റെ മനോഹരമായ ഒരു ചെറുകഥ അടുത്ത സമയത്ത് എൻ്റെ ദൃഷ്ടിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ചെറുകഥയിൽ അദ്ദേഹം പറയുന്നത് ജയിൽവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരാളിനെ കുറിച്ചാണ്. ദീർഘകാലം ജയിലിലായിരുന്നു അദ്ദേഹം. ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ, അദ്ദേഹത്തിന്റെ മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി വിട്ടുപോയി. വേറെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമുണ്ട്. ആരും സഹായിക്കാനില്ല, ആരും മനസ്സിലാക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് വഴി നടന്നു വരുമ്പോൾ ഒരു കുഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ കുട്ടി ബാലൻ ഇയാളെ കണ്ട് ചോദിക്കുകയാണ്, അത്ഭുതകരമായി ചോദിക്കുകയാണ്, എന്തേ വരാൻ ഇത്രയും താമസിച്ചത്? ആ ചോദ്യം, എന്തേ വരാൻ ഇത്രയും താമസിച്ചത്? എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന്, ഏത് രൂപത്തിലും ഏത് വേഷത്തിലും വരുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്? ഞാൻ ആരാണെന്ന് വിചാരിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പം ഈ കുഞ്ഞു പറഞ്ഞു, ദൈവം അല്ലാതെ ആരാ? ദൈവം തന്നെയാണ്. അപ്പൊ ദൈവം ഏതെങ്കിലും രൂപത്തിൽ വരും, ഏതെങ്കിലും വേഷത്തിൽ വരും എന്നൊക്കെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ആരുമില്ല, എൻ്റെ അമ്മയും മരിച്ചുപോയി. അപ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് ഈ ക്രിമിനൽ നോക്കിയപ്പോൾ ആ കണ്ണുകൾക്കകത്ത് അയാളുടെ വ്യത്യസ്തമായ ഒരു രൂപം കണ്ടു. ആ രൂപം കണ്ടിട്ട് അദ്ദേഹം ഹൃദയാരിത്വത്തോടുകൂടെ ചേർത്ത് പിടിക്കുക. മരുഭൂമി പടരുമെന്ന് വിചാരിച്ച ഒരിടത്ത് മരുഭൂമിയില്ല, അവിടെ ഹൃദയാലിത്വമുണ്ട്. ദൈവം നടക്കുന്ന വഴികൾ എന്നാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ, ദൈവത്തോട് പങ്കാളിത്തമുള്ള മനുഷ്യർ നടക്കുന്ന വഴികൾ ദൈവം നടക്കുന്ന വഴികളായി മാറുകയാണ്. അപ്പൊ എൻ്റെ വിശ്വാസം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അംഗപരിമിതരെന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങനെ ചെയ്ത ആളുകൾ ഓർക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്കൽറ്റി, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്കൽറ്റി എന്ന് പറഞ്ഞ മനസ്സാണ്. ആ മനസ്സ് മുരടിക്കാതെ മനസ്സിനെ സജീവമാക്കി നിന്നാൽ ദൈവം നടക്കുന്ന വഴിയിലൂടെ നമുക്കും എപ്പോഴെങ്കിലുമൊക്കെ നടക്കാം എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ നടക്കാൻ ദൈവം തമ്പുരാൻ സഹായിക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും ധന്യമാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. വേദപുസ്തകത്തിൽ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, സക്കായി എന്നാണ് പേര്. ഉയരം കുറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ അയാൾ താമസിച്ചിരുന്ന, അയാൾ പാർത്തിരുന്ന എരിഹോ തെരുവീഥിയിലൂടെ ഒരിക്കൽ യേശു തമ്പുരാൻ കടന്നു വരുമ്പോൾ യേശുവിനെ കാണണമെന്ന് സക്കായിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് വായിക്കാം.
എന്നാൽ പുരുഷാരം വലിയൊരു ജനക്കൂട്ടം ചുറ്റും ഉണ്ടായിരുന്നുകൊണ്ട് ഈ വളർച്ചയിൽ ചെറിയ ആൾ ദ്വാർഫായിരുന്ന അദ്ദേഹത്തിന് യേശുവിനെ കാണുവാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മുമ്പോട്ടൊരു കാട്ടെത്തി ഒരു വൃക്ഷത്തിന്റെ മേൽ കയറി ഇരുന്നു കൊണ്ട് യേശുവിനെ കാണാൻ ശ്രമിച്ചു. എന്നാൽ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു അയാളെ മുകളിലേക്ക് നോക്കി, സക്കായോസ് വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് സക്കായിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഞാനൊരു പുസ്തകത്തിൽ ഡഗ്ലസ് ഇ ലോയിഡ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു നോവലില് ഈ സക്കായിയും യേശുവും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം, ആ സംഭാഷണം അദ്ദേഹം ഭാവനയിൽ കണ്ട് എഴുതിയിരിക്കുന്നതാണ്, അല്ലാതെ വേദോത്സവത്തിലൊന്നും ഉള്ളതല്ല. അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. സക്കായിയോട് യേശു ചോദിക്കുകയാണ്, സക്കായി, നീ എന്തുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരാനായിട്ട് തീരുമാനിച്ചത് എന്ന്? നീ എന്തിനാണ് എന്നെ സ്വീകരിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് സക്കായി പറയുന്നു, ഞാൻ അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പ്രതിബിംബം അവിടെ കണ്ടു. 2 തരത്തിലാണ് എൻ്റെ പ്രതിബിംബം കണ്ടത്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും കണ്ടു, ഞാൻ എന്തായി തീരാം എന്നുള്ളതിൻ്റെ ഒരു പ്രതിബിംബവും അങ്ങയുടെ കണ്ണിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് പുറകോട്ട് മാറി നിൽക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ്. അപ്പൊ ഞാൻ പറയാം, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരാളിന് ഒരു പക്ഷേ ആള് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രതിരൂപം കാണാൻ കഴിയുമെങ്കിൽ ഞാൻ യേശുവിൻ്റെ പ്രതിനിധിയാകും. യേശുവിൻ്റെ പ്രതിനിധിയാകുന്നതിന് അംഗപരിമിതി ഒന്നും ഒരു പ്രശ്നമല്ല. മനസ്സ് സജീവമായിരിക്കുക എന്നുള്ളത്. ആ സജീവമായ മനസ്സിന്റെ ഉടമസ്ഥർക്ക് ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പുസ്തകത്തിലെ വേദപുസ്തകത്തിൽ മറ്റൊരു സംഭവമുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് എന്നെ അവസാനിപ്പിക്കുക. സുന്ദരം എന്ന പേരുള്ള ബ്യൂട്ടിഫുൾ എന്നാണ് ആ ദേവാലയ ഗോപുരത്തിന്റെ പേര്. അപ്പോസ്തല നടപടികൾ 3-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പോ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായിരുന്ന ഒരുവനെ ഭിക്ഷയാചിപ്പാനായി ഇരുത്തുമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഭിക്ഷയാചിക്കാൻ ഇരുത്തിയിരുന്ന ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് സുന്ദരമായ ഒരു കാഴ്ച ആയിരുന്നില്ല. പേര് സുന്ദരം എന്നായിരുന്നുവെങ്കിലും ഒട്ടും സുന്ദരമായിരുന്നില്ല ആ കാഴ്ച. അദ്ദേഹം ഒരു പാരസൈറ്റായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദയവും കരുണയും പ്രതീക്ഷിച്ച് പോകുന്നവരൊക്കെ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ച് ഭിക്ഷയാചിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന ഈ മുടന്തൻ, അയാളുടെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല, മുടന്തൻ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ. മുടന്തനായ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ പത്രോസും യോഹന്നാനും 2 സ്ലീഹന്മാർ അതുവഴി പോകുന്ന ഉടനെ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവരെ നോക്കുന്നു. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ ഈ മുടന്തനെ ഉറ്റുനോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും എനിക്ക് തരാനായിട്ടില്ല, എനിക്ക് തരാനുള്ളത് ഒന്നേ ഉള്ളൂ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്തരം അത്ഭുതങ്ങളൊന്നും ഇപ്പം നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ലായിരിക്കും. എന്നാൽ ഒരുപാട് പേരെ പറത്തിവിടാൻ ഈ സുന്ദരം അല്ലാത്ത വിരൂപം എന്ന് വിചാരിക്കുന്ന ഏതൊക്കെയോ പ്രകാരത്തിൽ പരിമിതപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ ദൈവസ്നേഹത്താൽ പ്രചോദിപ്പിക്കുവാൻ, ദൈവസ്നേഹത്താൽ ഒരു സുന്ദര രൂപങ്ങളാക്കുവാൻ ദൈവത്തിന് കഴിയും. അതിന് ദൈവ മനുഷ്യർ കഴിയും. ഫാദർ സെബിയൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഈ മോളെ കാണുമ്പോൾ എനിക്കിപ്പം വലിയ സന്തോഷമാണ്. കാരണം അവൾക്ക് ലഭിക്കുന്ന പ്രത്യാശ, അവൾക്ക് ലഭിക്കുന്ന അവളുടെ സർക്ക കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ ഞാൻ ആരോടൊക്കെ നന്ദി പറയണം, നന്ദി ആരോട് എന്ന് ചോദിക്കുന്നത് പോലെ നന്ദി പറയാനല്ലാതെ മറ്റൊന്നും കഴിയുന്നില്ല. ഈ സ്നേഹ സംഗമത്തിൽ എന്നെ നിങ്ങൾ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നത്തെ ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ബ്യൂട്ടിഫുൾ, സുന്ദര രൂപികളായിരിക്കുക. ദൈവം നിങ്ങളുടെ സൗന്ദര്യത്തെ മാനിച്ചിരിക്കുന്നു. ഈ സൗന്ദര്യത്തിലൂടെ അനേക ആളുകളെ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഒരു വാക്കിന് സാധിക്കും, നിങ്ങളുടെ ഒരു മനോഭാവത്തിന് സാധിക്കും. എല്ലാം അനുഗ്രഹമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അനുഗ്രഹീതരാകുന്നുവെന്ന് വിചാരിക്കരുത്. നമ്മുടെയൊക്കെ ഒരുപാട് പരിമിതികളുടെ മധ്യത്തില് നമുക്കൊരു അനുഗ്രഹമാകാൻ സാധിക്കും. കാരണം
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കത് പറയാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരിനകത്തുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിൽ കയറിയ സമയം മുതൽ വളരെ സജീവമായിട്ടാണ് നിങ്ങളിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്ന ആളാണ്. അവിടെ എങ്ങും കാണാത്ത ഒരു സജീവത ഈ മീറ്റിങ്ങിലുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് തംസപ്പ് കാണിക്കുന്നു, കൈ ഉയർത്തി കാണിക്കുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഐ എക്സ്പീരിയൻസ് ദ വൈറ്റാലിറ്റി, ഐ എക്സ്പീരിയൻസ് ദ എനർജി, ഐ എക്സ്പീരിയൻസ് ദ റേഡിയൻസ്. നിങ്ങളുടെ ഈ ഒരു റേഡിയൻസും നിങ്ങളുടെ വൈറ്റാലിറ്റിയും നിങ്ങളുടെ സന്തോഷവും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗ് ഇപ്പോൾ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ചാച്ചാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം വന്ന് സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ, അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മരുഭൂമികൾ പടരാതിരിക്കട്ടെ, എല്ലായിടത്തും കനിവുകൾ കൂടുതലായിട്ടുണ്ടാവട്ടെ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സുന്ദര രൂപികളായിട്ട് മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം പകരാനും സാധിക്കട്ടെ എന്നുള്ള ആശംസയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ചാച്ചാ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒപ്പം ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ ഗ്രാമമാണ്. എൻ്റെയും അച്ചാച്ചൻ്റെയൊക്കെ ഗ്രാമം ഇപ്പം പറഞ്ഞ പോലെ ഒരു തനി ഗ്രാമമായ ഞങ്ങളുടെ ഈ അരുവാപ്പുലം പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറായ ശ്രീമതി മിനി രാജീവാണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയാണ് മിനി പൊതുരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹപൂർവ്വം മിനിയെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനി ചേച്ചി, താങ്ക് യു ചേച്ചി. ഓക്കെ, മിനി വീഡിയോയും കൂടെ ഓൺ ചെയ്യണേ. ഹലോ മിനി, കേൾക്കാമല്ലോ? വോളിയം കുറവാണ് മിനി, ചെറിയ ശബ്ദത്തില്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. എല്ലാവരും ആദ്യമേ തന്നെ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം കേരളോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാവിലെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ പോലും ഇതൊരു സംഗമമാണ്, ഒരു യോഗമാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റാഞ്ഞത് ഞാൻ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് പേര് എനിക്ക് അറിയില്ല, എങ്കിൽ പോലും ഞാൻ അച്ഛന്റെ സംസാരം കേട്ടുകൊണ്ടാണ് എന്നോട് കയറിയത്. ഇതിനകത്ത് നമ്മുടെ ഈ ദർശന ക്ലബിൽ എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരിയും ചേച്ചി, എൻ്റെ ഒരു സഹോദരിയൊക്കെയായ ചേച്ചിക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ട് എന്ന് ചേച്ചി പറയാറുണ്ട്. കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, ഷെയർ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് മിക്ക വീഡിയോസുകളും കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ ഷെയർ ചെയ്ത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാറുണ്ട്. പല പ്രോഗ്രാമുകളും നമുക്ക് കാണാറുമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗമായതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ഇത് നമുക്ക് വാച്ച് ചെയ്യാൻ ചില സാഹചര്യങ്ങൾ കിട്ടാറില്ല. എങ്കിലും സമയം കണ്ട് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു, എന്നെ അതുപോലെ തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ ഏറെ സന്തോഷം ഉളവാക്കുന്നതാണ്. കാരണം ചേച്ചിയൊക്കെ സംബന്ധിച്ച് നമ്മൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ കാണുന്നൊരു വ്യക്തിയാണ് ചേച്ചി. അതിൽ നിന്നൊക്കെ ഒരുപാട് ആക്റ്റീവായി ഇപ്പം ചേച്ചി. ഒരുപാട് ഞങ്ങൾക്കിവിടെ ഒരു ഗ്രൂപ്പുണ്ട്, എൻ്റെ ഗ്രാമം അതൊരു അതിലൂടെയാണ് ചേച്ചി കുറച്ചുകൂടി ഊർജ്ജസ്വലയായിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും ചേച്ചിക്ക് എത്തിപ്പെടാനും. ഞങ്ങളെല്ലാ കാര്യങ്ങളും ചേച്ചിയിലൂടെയാണ് ഇപ്പോൾ എല്ലാം അറിയുന്നത്. കാരണം ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്നുള്ള രീതിയുണ്ട് നമുക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്ത് കാര്യം സംശയം വന്നാലും ശിവ ചേച്ചി എങ്ങനെ ചേച്ചിയത് എന്ന് ചോദിക്കും. ശിവ ചേച്ചിയാണ് അത് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാം കുറവുകളുണ്ട്. എങ്കിൽ പോലും ഇതുപോലെ വികലാംഗരായിട്ടുള്ള കുറെ ആൾക്കാർ അവര് കുറെ നാളുകൾക്കൊക്കെ മുമ്പ് ചില സാഹചര്യങ്ങളിലൂടെ അവരെ
കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ അവരെ താങ്ങി നിർത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നു. അതുപോലെ തന്നെ സർക്കാർ തലങ്ങളിലായാലും ഒരുപാട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, വൈദ്യസഹായങ്ങളായാലും നിയമസഹായങ്ങളായാലും അവർക്ക് വേണ്ടുന്ന, അതായത് അവർക്ക് പഠിക്കാനുള്ള രക്ഷിതാക്കള് വികലാംഗരാണെങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്ക് 10ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കാനുള്ള സഹായങ്ങൾ സർക്കാർ തലത്തിലുണ്ട്. അതുപോലെ സ്കൂട്ടറുകൾ, പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, കാല് വയ്യാത്ത ഒരുപാട് പേര് വഴിയോരങ്ങളിലെത്തി. ഇപ്പോഴങ്ങനല്ല. അവർക്ക് ആവശ്യമാവുന്ന എന്തെല്ലാം സഹായങ്ങളുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നായാലും നമ്മുടെ കേരള സർക്കാരിൽ നിന്നായാലും അവിടെ രാഷ്ട്രീയമോ ജാതിയൊന്നുമില്ല. അവിടെ സഹായം ആർക്കാണോ എത്തേണ്ടത് അവരിലേക്ക് എത്തും. പക്ഷെ ഇപ്പോഴും നമുക്ക് അറിയാത്ത ഒരു കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി നമ്മൾ ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ എന്തെല്ലാം സഹായങ്ങൾ നമ്മളിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ആൾക്കാർക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. ആരും അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിലേക്ക് എന്താണ് വരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക, ആ ഒരു രീതിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഒരുപാട് സഹായങ്ങളുണ്ട്. അതായത് ഇൻഷുറൻസ്, അതായത് നമുക്ക് കാർഡുകൾ, വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് കാർഡുകൾ, തിരിച്ചറിയൽ രേഖകളും നമ്മൾ അറിയുന്നില്ല. വരുമാന പരിധികളില്ലാതെ ഇവർക്ക് സഹായങ്ങളുണ്ട്. വരുമാനം ഇപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ നികുതി ഇളവുകളുണ്ട്. ആരോഗ്യ മേഖലയിലായാലും ഇൻഷുറൻസ്, സാമ്പത്തിക സഹായങ്ങളൊക്കെ ആയാലും ഒരുപാട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് മുന്നിട്ടിറങ്ങാനായിട്ട് നമുക്ക് ആളുകളില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കലയിലൂടെയാണെങ്കിലും പലതരത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലൂടെയുള്ള ആൾക്കാർ അതായത് കഴിവുകൾ, അവരുടെ ചിത്രരചന നമ്മൾ കാണുന്നുണ്ട്. കൈയില്ല എങ്കിൽ പോലും എന്ത് ഭംഗിയായിട്ട് നമ്മൾ കൈയുള്ളവരെക്കാളും നന്നായിട്ടാണ് അവർ ചിത്രരചനകളൊക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ കലോത്സവങ്ങളാണെങ്കിലും സർക്കാർ തലത്തിൽ ഒരുപാട് കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ പ്രാവശ്യം നമ്മുടെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കലാപരിപാടികളൊക്കെ നടത്തി ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നു. ഒരുപാട് അവരുടെയൊക്കെ പരിപാടികളൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. അതുപോലുള്ള രീതിയിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരെ കവിതകളൊക്കെ ആലാപനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ അമ്മമാരൊക്കെ പറയും ചെറിയ മറവി രോഗം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അവരെ പാട്ട് പാടി അത് പൂർത്തീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം, അതിലേറെ സങ്കടമുണ്ട്. ആ രക്ഷിതാക്കളുടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞിറങ്ങുമ്പം സന്തോഷമാണെങ്കിൽ പോലും ഒരു സങ്കടമുണ്ട്. ഇത്രയും നമുക്ക് കുഞ്ഞുങ്ങള് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇത്രയും പേരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം പണ്ടത്തേക്കാളിലൊക്കെ ഒരുപാട് സർക്കാർ തലങ്ങളിലൊക്കെ നമുക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം. കാരണം വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരുപാട് ആൾക്കാർ മുന്നിലേക്ക് വരാൻ, ജനങ്ങളിലേക്ക് എത്താൻ, അതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാഹചര്യങ്ങൾ ഉളവാക്കാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് വരും സോഷ്യൽ മീഡിയ വഴി ഉള്ളത് കൊണ്ട്. അപ്പൊ അവരവരുടെ കഴിവുകൾ, ഇപ്പൊ സിബിചേച്ചി ആണെങ്കിൽ പോലും വീട്ടിലിരുന്ന പാട്ടുകളൊക്കെ പാടി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് തരുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും യേശുദാസോ ചിത്രയോ അല്ലെങ്കിൽ സുകുമാറോ ഒന്നും ആകാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ കഴിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ ആരും വന്ന് സഹായിക്കത്തില്ല. നമ്മൾ സ്വയം നമുക്ക് മാത്രമേ ഉയർത്താൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലും ഉയർന്നു. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് വിളിച്ച നിങ്ങളെ ഭരണസമിതി, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ദർശന ക്ലബിന്റെ ഭാരവാഹികളോടും അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിവചേച്ചിയോട് ഞാൻ നന്ദി അറിയിക്കുന്നു. എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ഏത് സമയവും എന്തിനും നമ്മളുണ്ടാവും കൂടെ. കാരണം എല്ലാവരും ഒരു പറയുന്ന പോലെ അല്ല, നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ദൈവം തരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജനപ്രതിനിധി എപ്പോഴും ഇവിടെ ജാതി മത രാഷ്ട്രീയം നോക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും ആ ഒരു പാതയിലൂടെയാണ് പോകുന്നത്. നമുക്കങ്ങനെ യാതൊരുവിധ ശിവചേച്ചിക്കറിയാം, നമ്മളെ വർഷങ്ങൾ കൊണ്ട് എൻ്റെ തൊട്ട അയൽവാസിയാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരുപാട് വൈദിക ഗുരുക്കന്മാരെത്തിയിട്ടുണ്ട്. അവരാരൊക്കെയെന്നുള്ളത് ഞാൻ മീറ്റിങ്ങിൽ ആദ്യം കയറാഞ്ഞത് കൊണ്ട്
ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല. എങ്കിൽ പോലും വൈദികരായ മലങ്കര മർത്തോമ സുറിയാനി അധ്യാപകന്മാരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ക്ലബ്ബ് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഉയർന്നു പോകാൻ ദൈവത്തിന്റെ ഒരു സഹായം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു 2 വരി പാട്ട് പാടാം. പാട്ട് ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ചേച്ചി ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് അംഗങ്ങളായതുകൊണ്ട് ഞങ്ങളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പാട്ടും കവിതയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാ. ഇസ്രായേലിൻ നാഥനായി വാഴും ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂമിയിൽ അവതരിച്ചു ഒരു ജീവൻ, തിരുനിലവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൽ ജീവനം, വൈദ്യയും സത്യവുമായ തിരുനാമം ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ തിരുനിലവും ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവർ ഇസ്രായേലിൻ നാഥനായി സത്യജീവമാർഗമാണു ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്ന ദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഒരുപാട് നന്ദി. താങ്ക് യു മിനി. താങ്ക് യു. ഒരുപാട് നന്ദി. എനിക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് ഇന്ന് നമ്മളോട് ആശംസകൾ പറയുന്നതിനും സ്വന്തം അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതിനുമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് അംഗമായ നമ്മിൽ ഒരാളായ ശ്രീ റഷീദ് കുഞ്ഞുട്ടിയാണ്. ഭിന്നശേഷിയായ റഷീദ് ഒരു ചെറിയ കടയൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ആ വിധം തൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ്. പിന്നെ സ്വന്തം ജീവിതത്തെ പഴിക്കാതെ തൻ്റെ പോസിറ്റീവ് ചിന്തകളെ മറ്റുള്ളവരിലേക്കും പകരാനും ദൈവം നൽകിയ ഈ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നമ്മുടെ സുഹൃത്തിനെ ശ്രീ റഷീദിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് അനുഭവങ്ങളൊക്കെ പറയുന്നതിനായിട്ട് ഈ സ്നേഹ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ റഷീദ്, കേൾക്കാമോ? ഹലോ. ഓക്കെ, സംസാരിച്ചോളൂ. ഇന്നെ ഇവിടെ നിന്ന് ഏൽപ്പിച്ച ദൗത്യം എന്താ വെച്ചാല് സ്നേഹം എന്താ പറയാ ഒരു ആശംസ അറിയിക്കാൻ വേണം. ഞാൻ ഇത്രയും നേരം ഈ പരിപാടി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം സൈലന്റ് ആയിട്ട്. ഞാൻ ഇതിനു മുമ്പ് എനിക്കൊരു ആശംസ പറഞ്ഞിട്ട് ഒന്നൊരു അവസരം കിട്ടിയില്ല, ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം അതിനൊരു നന്ദി പറഞ്ഞിട്ട് ആശംസകൾ ഇത് തുടങ്ങണം. 223ാമത്തെ സ്നേഹ സംഗമത്തിലേക്ക് എന്നെ ആശംസകൾ അർപ്പിക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത് നമ്മളെ ഈ സർവീസ് സൊസൈറ്റി, ദർശന സർവീസ് സൊസൈറ്റി സോളമൻ അച്ഛന്റെ നേതൃത്വത്തോടെ നടക്കുന്നത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ കേട്ടിട്ടും ഞാൻ നമ്മളെ ചാനലിലൂടെയും നമ്മളെ ഗ്രൂപ്പിൽ കയറി അന്ന് മുതൽ കാണുന്നതാണ് ഓരോ പ്രവർത്തനങ്ങൾ ദർശനന്റെ.
പല പരിപാടി നടത്തുന്നത് ഞാൻ ഇടയ്ക്ക് കയറി കാണാറുണ്ട്. കാണാൻ പറ്റാറില്ല. എന്നാലും അച്ഛന് ഒരുപാട് എന്താ പറയാ ആശംസകൾ, സ്നേഹത്തോടെ ആശംസകൾ. ഈ ഇത്രയും ആളുകളെ കാര്യങ്ങള് സന്തോഷത്തോടെ നടത്താൻ കഴിയുന്നുണ്ടല്ലോ, അതിനെ ഒരു ആശംസ അറിയിക്കാം. എനിക്കിതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആശംസ പറഞ്ഞ ഒരു ശീലമില്ലാത്തതാണ്. അതൊന്നെ ഒരു വെപ്രാളുണ്ടാവും, അതിന് ക്ഷമിക്കാം. നിങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. നമ്മൾ അച്ഛനെ വധിക്കുന്നതുകൊണ്ട് സക്രിയ ഫാദർ അല്ല, മൂപ്പര് പുസ്തകം കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ വൈകല്യത്തിനെ കുറിച്ചിട്ടും നമ്മൾ വൈകല്യം ഇല്ലാത്ത ഒരാളില്ല എന്നുള്ള, ആർക്കും വൈകല്യം ഇല്ലാത്ത ആളുകളില്ല. അതിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഓരോ മനുഷ്യന്മാർക്കും ഓരോ രീതിയിൽ ഉണ്ടല്ലോ. അതിനെ കുറിച്ച് പറഞ്ഞതിലും അച്ഛനും നല്ലൊരു ആശംസയായിരുന്നു. പിന്നെ നമ്മളെ സോളമച്ചൻക്ക് വന്നിരിക്കേണ്ട ഒരു ചേട്ടനെ വന്നല്ലോ, ഒരു പേര് കിട്ടുന്നില്ല. ഒരു നല്ലൊരു മോട്ടിവേഷൻ ഒരു കഥയൊക്കെ പറഞ്ഞതിന് ഒരുക്കും നല്ലൊരു ആശംസ അറിയിക്കാൻ. ഇതിനപ്പുറം ആശംസയാണെങ്കിൽ ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നമ്മളെ കഥ. അപ്പൊ ഇതിനെ കുറിച്ച് സിബി പറഞ്ഞു. സിബിക്ക് കുറച്ചു കാലമായിട്ട് എന്നെ പരിചയമുണ്ട്, എനിക്ക് സിബിനെയും പരിചയമുണ്ട്. പിന്നെ സിബിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത്ര എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. പിന്നെ എന്നെ എല്ലാവരെക്കാളും മുമ്പ് അറിയുന്ന ക്ലാരയാണ്. ഓൾക്കും ഈ സിബിനെക്കാളും മുമ്പ് പിന്നെ നല്ല പരിചയം, എന്താന്നുള്ളത് ഓർക്കും നന്നാണ്. നമുക്ക് ഈ 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്നവര് പൊതുവെ 100% ആളുകൾക്ക് നമ്മളെ കുറിച്ച് പറയും അല്ലേ. പക്ഷെ ഒരിക്കലും ഞാന് അങ്ങനെ പറയലില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ വേണമെന്ന് വിചാരിച്ച് ഈ 4 ചുമര് നമുക്ക് പഠിക്കാം. കാരണം ഇപ്പോ നമ്മളെ വീട്ടുകാര് പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത കാലാണ് നമുക്ക് അല്ലേ. അപ്പൊ ഓലെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുണ്ടാവും, ഉമ്മ ഉണ്ടാവും, ബാപ്പ ഉണ്ടാവും, സഹോദരന്മാര്, അച്ഛൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അവർക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ, നമ്മൾ 4 ചുമത്തിൽ പുറത്ത് കൊണ്ടെടുക്കാൻ പറഞ്ഞാൽ നമ്മളെ നോക്കണത് ഒരു പരിമിതികൾ ഒരുപാടുള്ളൊരു കാലമാണ്. പക്ഷെ അതിനൊക്കെ പിന്നെ തല്ലിയ തീർത്തിട്ടാണ് നമ്മളെ പല ഒരു മിനിറ്റ് കോള് വന്നിട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതായത് ഒരു മിനിറ്റ്. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുകാരെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഈ നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചിട്ട് 4 ചുമരിനുള്ളിൽ ആൾക്കാരെ കൊണ്ടെടുക്കാൻ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളുണ്ട്. അങ്ങനെ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതില് അതിനൊക്കെ വളരെ സന്തോഷത്തോടെ മതിലുകള് നമ്മള് ചുമരൊക്കെ പൊളിച്ചെടുക്കാൻ നമ്മളൊക്കെ തന്നെ പൊളിച്ച് മാറിപ്പോകാറുണ്ട്. ഒരു താങ്ങായിട്ട് വരുന്നതാണ് നമ്മുടെ അച്ഛൻ്റെ ഒക്കെ പ്രവർത്തനം. അതുപോലെ കാര്യങ്ങൾ ഈ ദർശന സൊസൈറ്റിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ കണ്ടോത്തോളം 4 ചുമരിലുള്ള ആളുകൾ കമ്മിയായിരിക്കും. സ്വന്തം വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ അച്ഛന്റെ ഈ നമ്മൾ ഈ ഗ്ലോറിയ ഗ്രൂപ്പ് കയറിയ ശേഷം ഞാൻ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പല മത്സരങ്ങൾക്കും ഇപ്പൊ ഞാനൊക്കെ എന്നാൽ എന്റെ വീടിനുള്ളിലുണ്ടെങ്കിൽ പിന്നോട് പല ആളുകൾ എന്നോട് സംസാരിക്കുന്ന കാര്യം തരുന്നത് ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നു. എന്റെ വീടിന്റെ തൊട്ട് മുന്നിൽ സ്കൂളും മദ്രസും ഉണ്ട്. ഇത് രണ്ടിലും ഞാനൊരു കല്യാണത്തിനല്ലാതെ ഞാൻ അടുവില്ല. സത്യം പറയാം. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര്, നമ്മളെ ലീന, ഞാനൊക്കെ ഓരോ മെഡലും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവർക്ക് പറയലുണ്ടായിരുന്നു. കാരണം അതൊക്കെ നമ്മളെ വീട്ടുകാർ വിചാരിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് നമ്മുടെ ഫോണിൽ ഇരുന്ന് കളിച്ചിട്ട് ഇത് അച്ഛനെ പോലത്തെ ആളുകളും അത് ഈ ദർശനെ പോലത്തെ സംഘടന സൊസൈറ്റികളും കണ്ടറിഞ്ഞു നമ്മളെ മതിൽ പൊളിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഒരു കൊണ്ടുപോയി ഇല്ലേ. അപ്പൊ ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ ഇനി നടക്കാനാണ് ആശംസകൾ അറിയിക്കണേ കൊണ്ടും. ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ജീവിതത്തെ കുറിച്ച്, കാരണം നമ്മളെ ജീവിതത്തെ കുറിച്ച് ഇതൊന്നും പിന്നെ ഒരു വിധം വരെ നമുക്കെല്ലാം സപ്പോർട്ട്, നമ്മൾ മരിക്കുന്നവരെ നമ്മളെ വീട്ടുകാർ മറന്നാൽ പോലും ഈ സംഘടനയും കാര്യങ്ങളും നമ്മൾ മറക്കും. എന്നാലും നമുക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്, ഇന്ന് ഞാനൊരു കൂട്ടുകാരത്തിനോട് സംസാരിച്ചു. കൂട്ടുകാരത്തിന്റെ വീട് കൂട്ടുകാരത്തിന്റെയാണ്, പക്ഷെ ആ വീട്ടിൽ സൗകര്യങ്ങള് ആ കൂട്ടുകാരത്തിന്റെ അച്ഛനാ അറിയാം. അപ്പൊ നിങ്ങളാണെങ്കിൽ ആ വീട്ടില് ഞാൻ ചോദിച്ചു ബാത്റൂം കൂടെ കഴിച്ചപ്പോൾ ബാത്റൂം ഒക്കെ ഇറങ്ങണമെങ്കിൽ ഒരു കിണറ്റിക്ക് ഇറങ്ങണ ആയാണ്. ഓരോ വീട്ടുകാർക്കുള്ള സ്റ്റെപ്പ് വെച്ച് ഒരു കല്ല് വെച്ചിട്ടാണ് അടുക്കിറങ്ങല്. അപ്പൊ ഇവർക്ക് പറ്റില്ല. ഞാൻ ചോദിച്ചാൽ എന്റെ ഇഷ്ടത്തിന്, എന്റെ വീടൊക്കെ എന്റെ ഇഷ്ടത്തിനല്ലേ വേണ്ടത്. അത് ഓരോ സൗകര്യത്തിനാണ് സംഗതി എന്റെ പേരുടെ വീടൊക്കെയാണ്. പക്ഷെ അതല്ല, പിന്നെ നമ്മളെ വീട്ടുകാര് പരിഗണിക്കാത്തതിനപ്പുറത്താണ് നമ്മുടെ ഇതുപറ്റി അച്ഛന്റെ പിന്നെ ദർശന സൊസൈറ്റി പോയിട്ട് പിന്നെ സംഘടനകളും കാര്യങ്ങളും ഓടി നമുക്ക് വേണ്ടി ചെയ്തത് അല്ലേ. ഇതിനെ എങ്ങനെ വാഴ്ത്തിയാലും മതി വരാത്തൊരു സംഭവമാണ്.
ഇവരെ പ്രവർത്തനങ്ങൾ എന്റെ ഇത്രയും കാലത്തെ ഒരു അനുഭവം. ഞാൻ അവിടെ ഇവിടെ തൊടാത്ത ഓരോന്ന് പറയണെന്ന് വെച്ചാല് ഇതെങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അല്ലെങ്കിൽ ഇതിനെങ്ങനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു തരണം എന്നുള്ളത് എനിക്ക് വല്ല ഇതൊന്നുമില്ല. ഒന്നാമത് മുമ്പ് എനിക്ക് സംസാരിച്ച് പരിചയം ഇങ്ങനെ ഒരു ആശംസ പറഞ്ഞിട്ട് ഒന്നും ശീലല്ല. എന്തായാലും എനിക്കിങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടും. അതിനെല്ലാവിധ നന്ദി അറിയിക്കുകയാണ് സിബിനോട്. കാരണം സിബി എന്നെ വന്നിട്ട് വിളിച്ചു. സിബിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ ഈ വേക്ക് വന്ന് കേറുവോ ആശംസ പറയുമോ എന്നൊക്കെ സിബിക്ക് നല്ല പേടിയാണ്. കാരണം ഇന്നങ്ങനെ നേരത്തെ കിട്ടലില്ല. കാരണം ഞാനൊരു സമയത്ത് വന്നാൽ പിന്നെ ഞാൻ എപ്പോഴും കയറി വരുന്ന ഗ്രൂപ്പൊക്കെ വരുന്നത് പോലെ അറിയാം. അതുകൊണ്ടുള്ള ഒരു പേടി എനിക്ക് നല്ല ഉണ്ടായിരുന്നു. എന്തായാലും സിബി അനക്ക് എന്റെ ഹൃദയം നോക്കിയിരുന്നു നന്ദി അറിയിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളോട് വന്നുകാണ്ട് പിന്നെ ഒരാളാക്കി നിർത്തുക. കാരണം ഞാൻ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് എന്നിട്ട് അവര് ഈ ആശംസ പറഞ്ഞ കുഞ്ഞ് റഷീദ എന്ന് പറഞ്ഞപ്പോ റഷീദ എന്നിട്ടുള്ള ആശാനം കളിക്കുന്നു. ആശാനം നിങ്ങൾ ഇങ്ങനെ ചെയ്യണട്ടോ എന്ന് പറഞ്ഞപ്പോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും അത് മാറ്റി ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കാൻ ഞാൻ ഇവിടെ എത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നെ കുറിച്ച് ഇതിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയാന്നാല് എനിക്ക് പുറത്തുനിന്നൊരു സഹായം എന്ന് പറഞ്ഞാല് എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല. 2009 ഏഷ്യാനെറ്റ് ഒരു കണ്ണാടി എന്നൊരു പ്രോഗ്രാമിന് എനിക്കൊരു പെട്ടിക്കട തന്നു. അതാണ് എന്റെ ജീവിതമാർഗം തന്നെ. 2009 എനിക്ക് തന്നാണ് എന്റെ പെട്ടിക്കട. അത് അൽഹംദുലില്ലാ വലിയ തോതിൽ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു 3 വർഷം വരെ എനിക്ക് എന്റെ വീട്ടുകാരെ നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. എന്റെ കൂടെ എസ്റ്റേറ്റിൽ തേയില കൊണ്ടിട്ട് ഞാൻ കോട്ടയത്തിലാണ് എപ്പോഴും താമസം കേട്ടോ. വാടക കൊടുക്കണ്ട കണ്ണിബിൽ അടിച്ചാൽ പിന്നെ പറഞ്ഞു തന്നെന്ന് വെച്ചാല് 3 കൊല്ലം മുമ്പ് വരെ ഇപ്പൊ 2009 ഇപ്പൊ 2025 ആയി. എത്ര വർഷമായിരുന്നു അതുവരെ എനിക്ക് എന്റെ വീട്ടിലത്തെ ചെലവോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. 3 കൊല്ലമായിട്ട് ഞാൻ എന്റെ ഉപ്പാനോട് പറഞ്ഞത് ഇനി നിങ്ങൾ പണിക്കോണ്ട എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ നോക്കും. അത് കഴിഞ്ഞാല് എനിക്ക് ചെറിയ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നമ്മൾ ഞാൻ നോക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്റെ മനസ്സിന്റെ ധൈര്യമാണ്. ആ ധൈര്യം ഞാൻ നിങ്ങൾക്കും വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാല് അത് നമ്മൾ ചെയ്യണം. അത് പേടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഞാൻ ചെയ്തില്ല. മുമ്പൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത ഒരാളില്ലാഞ്ഞപ്പോ പറയാനുള്ള അവസരങ്ങളും ഞമ്മക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങളും പറയാനുള്ള അവസരങ്ങളും ഉണ്ട്. 10 ആളടുത്ത് പറഞ്ഞ ഒരാളെങ്കിലും നമുക്കത് കാര്യം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മള് പിന്നെ വീടിനുള്ളിൽ ഒതുക്കിയിരിക്കണവരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരും ചെയ്തരാല്ലാഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ഓരോ ആവശ്യമില്ല. നിങ്ങൾ എന്താ കാട്ടണ്ടേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ ഒരുപാട് പേരും ഇപ്പൊ നമ്മളെ പെങ്ങന്മാരെ മക്കള് പിന്നെ അളിയന്മാര് നമ്മളെ ബാപ്പാരൊക്കെ ഉണ്ടാവും. ആരാണ് എപ്പോഴാണ് മരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരിക്കുന്നത് വരെ നമുക്ക് ജീവിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് പ്രായവും നമ്മളെ ചുറ്റുള്ള പെങ്ങളെ കുട്ടികൾക്ക് പ്രായവും പെങ്ങന്മാർക്ക് പ്രായവും അപ്പൊ നമ്മൾ ഒറ്റക്കാവും. കാരണം ഓർക്ക് ഓരോ കാര്യങ്ങൾക്ക് നമ്മളിപ്പോ കാലാകാലം ഒരേ സമയത്ത് നിൽക്കാൻ പറ്റുന്ന പ്രായമല്ലല്ലോ നമ്മളൊപ്പുള്ളവർക്ക്. അപ്പൊ അതിനുപാടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഉദാഹരണം ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാല് മെയിനായിട്ട് പറയുന്നത് അവനവൻ കല്യാണം കഴിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കല്യാണം കഴിക്കും. നമ്മളത് എന്ന് പറഞ്ഞ് നമുക്ക് ആരെങ്കിലും വേണമെങ്കിലും അത് കല്യാണം കഴിച്ചാലേ ഉണ്ടാവും. നമുക്ക് കുട്ടികളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ആര് വേണമെങ്കിലും നമുക്ക് നമ്മളെ പെരക്കാരെക്കാൾ ഇമ്പോർട്ടന്റ് നമുക്ക് വരുന്നത് നമ്മളെ മക്കളോ നമ്മുടെ ഭർത്താവോ ആണ്. ഇനി എത്ര ആയിക്കോട്ടെ. അപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ ആഗ്രഹങ്ങളെ കല്യാണം കഴിക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് പല സങ്കല്പങ്ങളുള്ള ആളുകളാണ് നമ്മൾ. എനിക്ക് ഇതില് അവസാനമായിട്ട് ഒരു കാര്യം പറയാൻ വെച്ചിട്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കാൻ ചെയ്തരാൻ കഴിയുന്ന ഏതൊരാണിനെയും ഏതൊരു പെണ്ണിനെയും ഒരാൾക്ക് കല്യാണം കഴിക്കാനാണ്. കാരണം ഭിന്നശേഷിയായ ഭർത്താവിനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരാണിനെയും പെണ്ണിനെയും ആണിനെയും തെരഞ്ഞെടുക്കും. അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തം വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എനിക്ക് എന്നും എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കരുത്. അപ്പൊ നമുക്ക് കൂട്ടുകാരും നാട്ടും പിന്നെ കുടുംബക്കാരും ഈ നമ്മുടെ അച്ഛന്റെ പ്രവർത്തനം ഈ ദർശന ക്ലബ്ബ് സൊസൈറ്റി പോലത്തെ സംഘടനകൾ ഉണ്ടല്ലോ അവരെന്തായാലും നമ്മളെ കൊണ്ടുപോകും ഉറപ്പാണ്. പക്ഷെ അവർക്കും കൂടെ ഒരു മുതൽക്കൂട്ട് നമ്മളാവണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എന്തായാലും പിന്നെ ഇന്ന് നമ്മളെ 223ാമത്തെ സ്നേഹസംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എനിക്കത് നിങ്ങളോട് പറയാൻ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി ദൂരത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ക്ഷമിക്കുക.
ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തനം വരുമ്പോൾ ഞാൻ ഒരുപാട് പഠിച്ചിട്ടെന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്റെ മനസ്സിൽ എന്താ നിങ്ങളോട് പറയേണ്ടത് അതാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത്. അത് ഇന്ന അറിയുന്ന ആളുകൾക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഞാന് ഇതന്നെ പറയുന്നുള്ളൂ. അപ്പോ ഞാന് എന്റെ ആശംസ വർച്ചില് നിർത്തിയിട്ട് ഇങ്ങോട്ട് നന്ദി പറഞ്ഞു. ഒരിക്കൽ കൂടി ദർശന സർവീസ് സൊസൈറ്റിക്കും പിന്നെ ഈ സ്നേഹസംഗമ നടത്തിയ അച്ഛനും പിന്നെ നമ്മളെ ഈ ഗ്രൂപ്പിലെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയും. ഞാൻ എന്റെ പിന്നെ എല്ലാവിധ ആശംസകളും നമ്മളെ ഈ പ്രോഗ്രാമിന് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി. താങ്ക് യു റഷീദ് കുഞ്ഞുട്ടി. ഇത്ര നേരം സംസാരിച്ചതിന് താങ്ക്സ് അറിയിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സ്നേഹസംഘം ജോസേട്ട നന്ദി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടോ, ഒറ്റ കാര്യം കൂടെ വിട്ടുപോയത്, സോറി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇന്ന് ജോസേട്ടൻ വിളിച്ചു. പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച സ്നേഹസംഗമത്തിൽ കയറാൻ പറ്റും. കഴിഞ്ഞ ശനിയാഴ്ചന്റെ ബർത്ത്ഡേന്റെ വിഷയനാണ് പറഞ്ഞിട്ട് വിളിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് കയറാൻ പറ്റില്ല. അതിന് ഞാൻ ജോസേട്ടനോട് സോറി പറയാന് നിങ്ങളോട് എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കണം. അന്ന് എനിക്ക് കയറാൻ പറ്റാത്തല്ല. സിബിക്കറിയാം ഞാൻ എന്താണ് കയറാത്ത. സിബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സോറി. എന്തായാലും ഒരുപാട് നന്ദി ഒരിക്കൽ പോയി. ഞാൻ പോയി. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ജോസേട്ട ഇനി നന്ദി പറയുന്നതിനെ പറ്റിയല്ലേ? നന്ദി പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സ്നേഹസംഗമത്തില് നന്ദി പറയുന്നതിനായിട്ട് കുമാരി ആനിയോർക്കി തെക്കൻ താണിശ്ശേരി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആനി ചേച്ചി. ഓക്കെ, അപ്പോ എല്ലാവർക്കും നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് 223 ഗൂഗിൾ മീറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയ നിറഞ്ഞ കൂട്ടുകാർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സാജു ജോണിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ അച്ഛൻ്റെ അഭാവത്തിലും ഇവിടെ എത്തിച്ചേർന്ന സാജു ജോണിന് നന്ദി പറയുന്നു. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉച്ചമയക്കത്തിന്റെ സമയത്തിലായിരുന്നിട്ട് പോലും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻ ഫാദർ ടി സക്രിയ, അദ്ദേഹത്തിന് സ്നേഹ ആദരവോടെ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പത്തനംതിട്ട 12ാം വാർഡ് മെമ്പർ ശ്രീമതി മിനി രാജീവ് മേഡത്തിനും ഏറ്റവും സ്നേഹ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസ പറയുവാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ റഷീദ് കുഞ്ഞുട്ടി വയനാട്, അദ്ദേഹത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് അതിമനോഹരമാക്കാൻ പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി റീന വടകരയ്ക്കും അതിമനോഹരമായി അവതരണം നടത്തിയ കുമാരി സിബി വർഗീസിനും എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്ത സിമിൽ സെബാസ്റ്റ്യനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ദർശന ക്ലബിന്റെ PRO പീയൂസ് കോട്ടപ്പുറത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതിമനോഹരമായി റിപ്പോർട്ട് വായിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന കുടുംബത്തിന്റെ നാഥനായ ശ്രീ ജോസ് കൊരട്ടിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സാജു ജോണിനും സെക്രട്ടറി പ്രിൻസി പുളിക്കലിനും കൺവീനറായ ലില്ലി ആറ്റത്രയ്ക്കും ഏറ്റവും സ്നേഹാദരവോടെ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ചേച്ചി, താങ്ക് യു. ചേച്ചിക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും ഇന്ന് നന്ദി പറയാൻ പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ സമ്മതിച്ചതിന് അറിയിച്ചതിന് ചേച്ചിക്ക് നന്ദി അറിയിച്ചതിന്